ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ്സ് അവന്യൂ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പോർട്ടബിൾ റേഡിയോ ആണ്. പണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് റേഡിയോ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ റേഡിയോ ഉള്ള വീടുകൾ വളരെ ചുരുക്കമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും റേഡിയോ യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ എണ്ണിക്കുന്നിടം മുതൽ കിടക്കുന്നിടം വരെ ഈ റേഡിയോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നേരത്തെ റേഡിയോ കംപ്ലൈന്റ് ആയപ്പോഴാണ് ഞാൻ ആമസോണിൽ നിന്ന് ഈ ഒരു പോർട്ടബിൾ റേഡിയോ വാങ്ങിക്കുന്നത്. റേഡിയോയുടെ കുറേ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇതിന്റെ ഒരു ബോക്സിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പജേരിയുടെ റിട്രോ പോർട്ടബിൾ റേഡിയോ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് റേഡിയോയുടെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് റിട്രോ പോർട്ടബിൾ റേഡിയോ. കറക്റ്റായിട്ട് പാക്കൊക്കെ ചെയ്തിട്ടാണ് അവർ അയച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സിനുള്ളിൽ അവർ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് ചാർജറാണ്. നമ്മുടെ മൊബൈലിൻ്റെ ഒക്കെ പോലത്തെ ചാർജറാണിത്. ഇതിന്റെ വയറിനാണെങ്കിലും ലെങ്ത് കുറവാണ്. റേഡിയോയുടെ ഈ ഒരു സൈഡിലാണ് ചാർജ് ചെയ്യാനായിട്ടുള്ള പോയിന്റ്. ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് കത്തും. ഞാൻ പവർ ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ലൈറ്റ് ഇപ്പോൾ കാണാനായിട്ട് പറ്റാത്തത്. ഈ ഒരു റേഡിയോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റ് ആക്കാനും പോസ് ചെയ്യാനും സ്ലോ ആക്കാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റേഡിയോയിൽ നമുക്ക് USB കണക്ട് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു റേഡിയോയിൽ നമുക്ക് MP3 പ്ലെയർ കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഈ ഒരു സൈഡിലാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ആ സെയിം ബട്ടണിൽ തന്നെയാണ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും പറ്റുന്നത്. USB, FM, AM, SW ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടണും ഈ ഒരു സൈഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റേഡിയോയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ ഒരു റേഡിയോ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്തൊരു ഇൻബിൽറ്റ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അല്ലാത്ത ടൈമിൽ നമുക്ക് ചാർജർ യൂസ് ചെയ്തിട്ട് കറണ്ടിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു മാനുവൽ ട്യൂണിംഗ് റേഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഗ്ലാസ് തിരിച്ചിട്ട് വേണം സ്റ്റേഷൻ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഈ റേഡിയോ സ്റ്റേഷനൊക്കെ ട്യൂൺ ചെയ്തിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ റേഡിയോ വർക്ക് ആവുന്നുണ്ട്. സൗണ്ടിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. കാണുമ്പോൾ നല്ല വെയിറ്റ് ഉള്ളൊരു റേഡിയോ ആണ് ഇതെന്ന് തോന്നുമെങ്കിലും ഈ ഒരു റേഡിയോയ്ക്ക് വെയിറ്റ് തീരെയില്ല. എന്തായാലും എനിക്കൊരു റേഡിയോ ഇഷ്ടപ്പെട്ടു. നമുക്ക് ബ്ലൂടൂത്തും USB ഒക്കെ കണക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. എന്തായാലും നല്ലൊരു റേഡിയോ ആണ്. നമ്മൾ ആമസോണിൽ നിന്നായിരുന്നു ഈ ഒരു റേഡിയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേറെ കുറേ കളേഴ്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്